ജസ്റ്റിസ് എ ബദറുദ്ദീൻ അതിശക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇതെന്താണ് അഴിമതിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ലപോലെ അഴിമതി നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളിലാണല്ലോ, എന്താണ് ഇയാൾ ഇവിടെ ഇങ്ങനെ തുടരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ നേതാവായിട്ടുള്ള ഒരു 500 കോടി രൂപയുടെ അഴിമതി എടുത്ത് നിങ്ങൾ പിന്നെ എന്ത് പുല്ല് പിന്നെ ഓപ്പറേഷൻ സീറോ ആണ് ഈ വിസിലടി എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി ഇവർക്ക് പറയാൻ? അങ്ങനെ വിചാരണ ചെയ്യാൻ പോകുന്ന ആർ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അഴിമതിക്കെതിരെ പറയാൻ എന്ത് അവകാശം എന്നുള്ളതാണ് ചോദ്യം. അതെ, നമസ്കാരം. കശുവണ്ടി അഴിമതി കേസിൽ INTUC നേതാവ് ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ 2020 തന്നെ CBI ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം 8-ാം തീയതി ഹൈക്കോടതിയുടെ ശക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. അതായത് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പരാമർശം ഹൈക്കോടതി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് മറ്റ് ഗത്യന്തരമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകേണ്ടി വന്നു. പക്ഷേ അതിനുശേഷവും KA രതീഷ് 3 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇതിനെതിരെ പൊതുപ്രവർത്തകനും അഡ്വക്കേറ്റുമായ ശ്രീ KM ഷാജഹാൻ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഗത്യന്തരമില്ലാതെ KA രതീഷിന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. താങ്കളാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയത്. എന്ത് തോന്നുന്നു ഇന്നലെ രാജിവെച്ചതിനെ കുറിച്ച്? അല്ല, അതിൽ ഇപ്പം ഞാൻ നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. പക്ഷേ അതിലേറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികൾ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി അഴിമതിക്കാർ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു പോകുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് LDF ഒന്ന് UDF. മനസ്സിലായി? LDFും UDFും ആയിട്ടുള്ള 2 പ്രബല മുന്നണികൾ ഒത്തുകളിച്ചാൽ ഏത് അഴിമതിക്കാരനും ഇവിടെ രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു ഒരു രീതി. ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് ഇപ്പോൾ രതീഷ് 1-ാം പ്രതിയാണെങ്കിലും 2-ാം പ്രതിയായിട്ടുള്ള ആൾ INTUC സംസ്ഥാന പ്രസിഡന്റാണ്. ആ INTUC എന്ന് പറയുന്നത് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയനാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞത് CPM-മായി ബന്ധപ്പെട്ട CITU ആണ്. എന്നിട്ട് പോലും ഈ INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിട്ട് ഈ ചന്ദ്രശേഖരൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള CITU ഉൾപ്പെടെ നിൽക്കുന്ന ഈ CPM എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഭരിക്കുമ്പോൾ 3 പ്രാവശ്യം സാങ്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് LDFും UDFും തമ്മിലുള്ളൊരു കൂട്ടിക്കൊടുപ്പാണത്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പം എന്ത് സംഭവിച്ചു? അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും UDF സർക്കാരും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്നില്ല. അപ്പം നമ്മളൊരു ഇംഗ്ലീഷ് പറയുന്നത് കുൽ ഡി സാക്ക് എന്ന് പറഞ്ഞിട്ട് ഉപയോഗമുണ്ട്. കുൽ ഡി സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല, നമ്മളൊരു ഗുഹയ്ക്കകത്ത് പെടുന്നു. ആ ഗുഹയിൽ കൂടെ നമ്മൾ അങ്ങ് ചെല്ലുന്ന ഗുഹയിൽ കൂടെ ഒരു കിലോമീറ്റർ നടന്ന് അവിടെ ചെല്ലുമ്പോൾ ഗുഹ അങ്ങ് തീരും. ആ ഗുഹയിൽ കൂടെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ വീണ്ടും നടക്കണം. അതായത് വഴിമുട്ടി നിൽക്കുക. വഴിമുട്ടി എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത, കാരണം അഴിമതിക്കാരനാണെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ആ അഴിമതിക്കാരനെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ചേർന്ന് സംരക്ഷിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അഴിമതിക്കാരനെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ഒക്കെ ചേർന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ഒരു വലിയ ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചായിട്ടുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ അദ്ദേഹം എടുത്തിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു നിലപാട്. ആ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായി ഇതിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കേണ്ടി വരുന്നു. എന്നാൽ അത് ഇറക്കുന്നതിന് മുമ്പുണ്ടായ വിവാദങ്ങളെല്ലാം നമുക്കറിയാം. ആ ഉത്തരവ് ഇറക്കിയപ്പോൾ തന്നെ അതിനകത്ത് കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ആ ഉത്തരവ് കോടതിയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിയുടെ മുമ്പിൽ എത്തുന്നു, പ്രതി അത് പത്രക്കാർക്ക് വിതരണം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കോടതിയുടെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ജൂലൈ മാസം 7-ാം തീയതി 1-ാം പ്രതിയായിട്ടുള്ള KA രതീഷിനെയും 2-ാം പ്രതി ആർ ചന്ദ്രശേഖരനെയും 3-ാം പ്രതിയായിട്ടുള്ള ഈ
ഒരു ഇടനിലക്കാരനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉള്ള ഉത്തരവ് VD സതീശൻ സർക്കാർ പുതുക്കി ഇറക്കും. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു എന്തായാലും കോടതിയിലെ ഇടപെടൽ കൊണ്ടാണെങ്കിലും ഈ പ്രതികളെല്ലാം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, വിചാരണ നേരിടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ വിചാരണ ചെയ്യപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും വീണ്ടും ഇതിലെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് UDF സർക്കാർ നീക്കം നടത്തുകയാണെന്നുള്ളൊരു തെളിവാണ് പിന്നീട് പുറത്തു വന്നത്. എന്താ കാരണം? പ്രോസിക്യൂഷൻ സാങ്ഷൻ ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ചുമതലയിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളെ അപ്പം തന്നെ ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് കളയണം. കാരണം അയാൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ നേരിടും, അയാൾ വിചാരണ നേരിടാൻ പോകണം അഴിമതി കേസ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ജൂലൈ 8-ന് ആ ഉത്തരവ് ഇറങ്ങി ഏതാണ്ടൊരു 10-22 ദിവസം കഴിഞ്ഞിട്ടും ഈ അഴിമതിക്കാരനായിട്ടുള്ള K രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ 1 അല്ല 2 അല്ല 3 ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. മനസ്സിലായി? അതിലൊന്നെന്ന് പറഞ്ഞാൽ ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി, 2 എന്ന് പറഞ്ഞാൽ റൂട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ MD, 3 ഖാദി ക്ഷേമ ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അങ്ങനെ 3 സ്ഥാനത്ത് ഇരിക്കുന്നുള്ള വാർത്തകൾ. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് നമ്മൾ വിശദമായി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? അതിൽ 2 സ്ഥാപനങ്ങളുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അറിവോട് കൂടി തന്നെയാണ് ആ ഖാദി ബോർഡ് അറിവോടുകൂടിയാണോ അല്ലെന്നുള്ള വിവരം കേൾക്കുന്നവർ മനസ്സിലാക്കണ്ടേ. ഖാദി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതുപോലെ തന്നെ റൂട്രോണിക്സിന്റെ ചെയർമാനും മുഖ്യമന്ത്രിയാണ്. ഖാദി ബോർഡിൽ ഒരു വൈസ് ചെയർമാനും ഉണ്ട്, അതൊരു രാഷ്ട്രീയ നിയമനമാണ്. ആ സ്ഥാനത്തിരുന്ന ആൾ P ജയരാജനായിരുന്നു, അയാൾ സർക്കാർ മാറിയപ്പോൾ രാജിവെച്ചു പോയി. അതോടുകൂടി ഖാദി ബോർഡിലെ ദൈനംദിന ചുമതലകളെല്ലാം എടുക്കുന്ന ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായി K രതീഷ് മാറി. അതുപോലെ തന്നെ റൂട്രോണിക്സിലെ MD. ഈ 2 സ്ഥാപനങ്ങളുടെയും ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ ഇയാൾക്കെതിരെ ഉത്തരവിറക്കിയത്? അതൊരിക്കലും പറ്റില്ലല്ലോ. കാരണം ഈ മുഖ്യമന്ത്രി തന്നെയാണ് ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ക്യാബിനറ്റ് തന്നെയാണ് ഈ K രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനെ, ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞവനെയൊക്കെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയത്. അപ്പം സ്വാഭാവികമായും ഇത് VD സതീശന് അറിയാൻ പാടില്ല, അയാൾക്ക് നല്ലപോലെ അറിയാം. കാരണം അയാളാണ് ഉത്തരവിറക്കിയത്. എന്നിട്ടും ഈ പ്രോസിക്യൂഷൻ സാങ്ഷനുള്ള ഉത്തരവ് ജൂലൈ 8-ന് ഇറങ്ങിയിട്ടും ഏതാണ്ട് 29-ാം തീയതി വരെ ഇയാൾ ഈ രതീഷ് എന്ന് പറഞ്ഞവനെ ഈ സതീശൻ അയാളുടെ ചിറകിൽ വെച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും 2-2.5 പതിറ്റാണ്ട് കാലമായി അഴിമതി ഉൾപ്പെടെയുള്ള അനീതികൾക്കെതിരായിട്ടും പോരാടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അതിനെതിരെ ഹൈക്കോടതി സമീപിച്ചത്. ആ കേസ് വാദത്തിന് വന്നപ്പോഴാണ് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ അതിശക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇതെന്താണ് അഴിമതിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ലപോലെ അഴിമതി നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളിലാണല്ലോ, എന്താണ് ഇയാൾ ഇവിടെ ഇങ്ങനെ തുടരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഓഗസ്റ്റ് 6-ാം തീയതിക്കുള്ളിൽ അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അറിയിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം ഉത്തരവിട്ടു. ആ ഉത്തരവ് വന്നതിനെ തുടർന്ന് ഇപ്പോൾ ഗത്യന്തരമില്ല 4-ാം തീയതി 3-ാം തീയതി ആയപ്പോഴത്തേക്കും അയാളുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ചോദിച്ചു, എന്തായാലും രാജിവെച്ച് പോവാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണെന്നറിയോ? അല്ല, അത് ഞങ്ങൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരോട് രാജിവെച്ച് ഒഴിയാനായിട്ട് ഞങ്ങൾ ഉത്തരവിറക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി രാജിവെച്ച് പോകാനായിട്ട് ഇത്തിരി താമസിച്ചു, അങ്ങനെ രാജിവെച്ച് പോവുകയാണെന്നുള്ള ഉളുപ്പില്ലാത്ത മറുപടിയാണ് ഇയാൾ പറയുന്നത്. അതായത് കോടതിയുടെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഇടതായാലും വലതായാലും ഇടതായാലും അഴിമതിയുമായി പരിപൂർണമായി ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ് ഈ 2 മുന്നണികളും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. ഇപ്പോൾ രതീഷിന് ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്നു. എന്നാൽ R ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞവൻ്റെ അവസ്ഥ എന്താ? അന്ന് ഒരു വിധി വന്നതിന് ശേഷം പുള്ളി എന്താണ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, പുള്ളിയെ കുറിച്ചുള്ള വാർത്തകൾ പോലും വരുന്നില്ല. ഞാൻ പറയുന്നത് അയാൾ ഇപ്പോഴും INTUC എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇപ്പോഴും തുടരുകയാണ്. മനസ്സിലായില്ലേ?
അയാളും ഈ രതീഷിനെ പോലെ തന്നെ അഴിമതി കേസിൽ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. അയാൾ ആ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് പറയാനായിട്ടുള്ള നട്ടല്ല, ആർജവം, ഇച്ഛാശക്തിയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇവിടെ ഉണ്ടോ? KPC പ്രസിഡന്റ് പറയണ്ടേ? KPC പ്രസിഡന്റ് പറയണ്ടേ നിങ്ങൾ അഴിമതി കേസിൽ വിചാരണ ചെയ്യാൻ പോകണം, നിങ്ങൾ ആ സ്ഥാനത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും? KPC പ്രസിഡന്റ് പറയാം. അയക്കാനുള്ള നട്ടലില്ല. മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചുള്ള നട്ടലില്ലെന്ന് മാത്രമല്ല, VD സതീശനാണ് ഇയാളുടെ ഏറ്റവും വലിയ സംരക്ഷകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ടർ VD സതീശനാണ്. പിന്നെ ഇവിടെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിപ്പുണ്ട്. അഴിമതിക്കെതിരെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു വിസിലടിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അഴിമതി ആരെങ്കിലും ഉണ്ടെങ്കിൽ വിസിലടിച്ചാൽ മതി. അപ്പോൾ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ആഭ്യന്തരമന്ത്രിക്ക് പോലും ഒരു അഴിമതി കേസിൽ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിചാരണ ചെയ്യപ്പെടാൻ ഇന്നൊരു ഉത്തരവ് അയാളും കൂടി ഇരുന്ന, ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടും പിന്നെ ആർ ചന്ദ്രശേഖരനോട് രാജിവെച്ച് പോകണമെന്ന് പറയാനുള്ള നട്ടലില്ല, ഇച്ഛാശക്തിയില്ല, ആർജവും ഇല്ല. അല്ല, ഇവരൊക്കെ എന്തിനാണ് ഈ ആർ ചന്ദ്രശേഖരൻ ഇത്ര ഭയക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇത് ഇത്രയും ചന്ദ്രശേഖരനെ പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതേ ചന്ദ്രശേഖരനെ പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടും UDF സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് വരുമ്പോൾ അത് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് തന്നെ ഒരു അവമതിപ്പല്ലേ? അല്ല, ഇതിനകത്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ഈ കാര്യത്തെ കാണണം. അതായത് നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ പ്രഥമദൃഷ്ട്യാ തെളിവുകളെല്ലാം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് CBI എന്ന് പറഞ്ഞ ഏജൻസി ഈ രതീഷിനെയും ഈ ആർ ചന്ദ്രശേഖരനെയും വേറൊരു ഇടനിലക്കാരനെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ചോദിച്ചു. ആ അനുവാദം കോടതിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണോ അല്ലെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആണെങ്കിൽ പോലും ആ അനുവാദം ഈ സർക്കാർ കൊടുത്തു. ഈ സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുത്തത്? ഈ സർക്കാരിൻ്റെ ക്യാബിനറ്റാണ് കൊടുത്തത്. ആ ക്യാബിനറ്റിൻ്റെ തലവനാണ് VD സതീശൻ. ആ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രിയാണ് പിന്നെ രമേശ് ചെന്നിത്തല. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, CBI ഇപ്പം അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി നിരോധന നിയമത്തിലെ പുതിയ വകുപ്പുകളും കൂടെ ചേർന്നിട്ട് പിന്നെ അവർ കീഴ്ക്കോടതിയിൽ പിന്നെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആ അഫിഡവിറ്റിൽ പുതിയ വകുപ്പുകളും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. അതായത് അതിനകത്ത് അവർ പറയുന്നത് അഴിമതി നിരോധന നിയമത്തിലെ നോക്ക് പിന്നെ പുതിയ വകുപ്പുകളും കൂടി ചേർത്തുകൊണ്ട്, ഞാൻ വകുപ്പുകൾ കൂടുതൽ പോകുന്നില്ല, പുതിയ വകുപ്പുകളും കൂടി ചേർത്തുകൊണ്ട് CBI കീഴ്ക്കോടതിയിൽ പിന്നെ ഇതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം രതീഷ് എന്ന് പറഞ്ഞവൻ രാജിവെച്ച് പോയി. എന്നാൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആർ ചന്ദ്രശേഖരനെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളും കൂടെ ചേർന്ന് അയാളെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടതിനെ തുടർന്ന് അതിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ? ഇനി സംഭവിക്കാൻ പോണത് നൂറുകണക്കിന് കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. വിചാരണ ആരംഭിക്കുകയാണ്. വിചാരണ ആരംഭിക്കുമ്പം എന്താണ് വിചാരണ? എനിക്കൊന്ന് 7 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ കിട്ടേണ്ട വകുപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വിചാരണ ചെയ്യാൻ പോകുന്ന ആർ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അഴിമതിക്കെതിരെ പറയാൻ എന്ത് അവകാശം എന്നുള്ളതാണ് ചോദ്യം. അതിൽ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തലയുടെ കീഴിലാണ് കേരളത്തിലെ വിജിലൻസ് വകുപ്പ്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നാണ് അതിൻ്റെ പേര്, VACB. ആ വിജിലൻസ് ആണ് കഴിഞ്ഞ ദിവസം എവിടെ അഴിമതി ഉണ്ടല്ലോ വിസിലടിച്ച് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനും ആ യോഗത്തിൽ പോയി പങ്കെടുത്തിരുന്നു.
ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, അത് ഇനിയിപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ അഴിമതിക്കെതിരെ ഒന്നും സമരം ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്നത്തെ വിസിലടിയോടുകൂടി അഴിമതിയെല്ലാം തീർന്നല്ലോ, ഇനി നാളെ മുതൽ ഞാൻ വല്ല ചൊറു തിരിക്കേണ്ടി വരുമോ എന്ന് പോലും എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ആർ ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഒരു അഴിമതി ഈ ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ പദ്ധതിയുടെ ഭാഗമായി ഞാനൊന്ന് വിജിലൻസിന് മുമ്പിലൊന്ന് വിസിലടിച്ചറിയിച്ചാൽ അത് രമേശ് ചെന്നിത്തല അന്വേഷിക്കുമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അല്ല, അത് ശരിയാണ്. അല്ല, വിസിലടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആര് അഴിമതി കണ്ടു കഴിഞ്ഞാലും വിസിലടിക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു വലിയ അഴിമതിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഞാനും കൂടെ യോഗത്തിൽ സന്നിഹിതനായിരുന്നു അവിടുത്തെ ഓഡിയൻസിൻ്റെ ഇടയിൽ. അദ്ദേഹം പറഞ്ഞത് എന്ത് അഴിമതിയുണ്ടോ ഈ നമ്പറിലേക്ക് നിങ്ങൾ പിന്നെ ഒന്ന് വിസിലടിച്ചതിന് ശേഷം ഫോണിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ചിരിക്കും. നമുക്കൊന്ന് പരീക്ഷിച്ചല്ലോ സാർ, ഇതൊന്ന് പരീക്ഷിക്കുക, ചെയ്യണം. അപ്പം ഞാൻ പറയുന്നത് അപ്പം ഇതിനകത്ത് അഴിമതി നിങ്ങൾ കണ്ടാൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അന്വേഷിക്കും എന്നാണല്ലോ ഈ ഓപ്പറേഷൻ സീറോയിൽ പറഞ്ഞത്. പക്ഷെ ഈ വിഷയത്തിൽ അഴിമതി ഉണ്ടെന്ന് തെളിഞ്ഞ് അഴിമതി നിരോധന വകുപ്പുകൾ കൂടെ ചുമത്തി ഒരു പ്രതി പിന്നെ വിചാരണ ചെയ്യപ്പെടുകയാണ്. അപ്പം രമേശ് ചെന്നിത്തലയുടെ ഈ ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഴിമതി ഇല്ലാതാക്കാനുള്ള പദ്ധതിക്ക് എന്തെങ്കിലും ഒരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ കിട്ടണമെങ്കിൽ, കാരണം ഇപ്പോൾ ജനങ്ങൾ ചോദിക്കല്ലേ, നിങ്ങൾ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞൊരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ, പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ നേതാവായിട്ടുള്ള ഒരു 500 കോടി രൂപയുടെ അഴിമതി എടുത്ത് നിങ്ങൾ പിന്നെ എന്ത് പുല്ല് പിന്നെ ഓപ്പറേഷൻ സീറോ ആണ് ഈ വിസിലടി എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി ഇവർക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഈ എല്ലാ പാർട്ടിക്കാരും, ഇപ്പം പിണറായി വിജയനായിരുന്നാലും ഈ UDF-കാരായിരുന്നാലും ഈ ചന്ദ്രശേഖരനെ ഇത്രയധികം ചേർത്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒരു വലിയ ഒരു സംശയവും ആശങ്കയും. അല്ല, അത് വളരെ സിമ്പിൾ അല്ലേ, പങ്ക് കിട്ടി കാണും, അത് വളരെ സിമ്പിൾ അല്ലേ. കാരണം 100, 200, 300 കോടി രൂപയുടെ പിന്നെ അഴിമതി കേസല്ലേ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ CITU കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUC. ആ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 19 വർഷമായി ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അഴിമതി കേസിൽ വിചാരണ നേരിടേണ്ട ഒരു ഘട്ടം വന്നിട്ടും ഈ തൊഴിലാളി സംഘടനയിലെ ഭൂരിപക്ഷം പേര് ചന്ദ്രശേഖരൻ്റെ കൂടെ നിൽക്കുകയാണ്. സുഹൃത്തെ, ആലോചിച്ച് നോക്ക്. അയാൾ വിചാരണ നേരിടാൻ പോരാ അഴിമതി കേസിൽ, എന്നിട്ടും അയാൾക്ക് ആ സംഘടനയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ഈ അഴിമതി കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പൈസ മുഴുവൻ അയാൾ പിന്നെ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതല്ലേ. അയാൾക്കെതിരെ KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പോലും ഒരു മുരടനക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷയങ്ങൾ കിടപ്പില്ലേ. ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇപ്പോൾ പിണറായി വിജയൻ ഒരു കേസിൽ, ഇപ്പോൾ ലാവ്ലിൻ കേസിൽ ഇപ്പോൾ പ്രതിയല്ല, പക്ഷേ അയാൾക്കെതിരെ അപ്പീൽ സുപ്രീം കോടതി കിടപ്പുണ്ട്. ആ അപ്പീലിന്മേൽ പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടണം എന്നൊരു വിധി വന്നു എന്ന് വിചാരിക്കുക. ഈ UDF-കാർക്ക് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരുടെ നേതാവും പിന്നെ വിചാരണ ചെയ്യാൻ വന്നിട്ട് അവരും മിണ്ടാതിരിക്കുകയാണ്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന നമുക്ക് കൂടിയിരിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന എന്താണെന്നറിയോ, ഈ കേസിൽ ഞാൻ പോയതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ചേർന്ന് ഒരു അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പിന്തുണയുണ്ടെങ്കിൽ ആ ഇടതിനും വലതിനുമെതിരെ പോരാടാമെന്നും പോരാടി വിജയിക്കാമെന്നുമുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പോൾ. പക്ഷേ കോടതികളെ പോലും വകവയ്ക്കാത്ത ഒരു രീതിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, പക്ഷേ ഇതെല്ലാം ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങളുണ്ട്. അല്ല, കോടതിയുടെ മുമ്പിൽ മുട്ടുകുത്തിയല്ലോ. രതീഷിനെ എടുത്ത് പായിച്ച് അങ്ങനെ പായിച്ച് ഓടിച്ചാൽ മാത്രം പോരാ. ഇയാൾ അഴിമതിക്കാരനായി എന്ന് കണ്ടെത്തിയോ അത് മുതൽ അയാൾ ഇപ്പോൾ അനധികൃതമായി തുടർന്ന ഈ 3 സ്ഥാനങ്ങളിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്നില്ലേ, തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പറയാം, നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് എന്തും പറയാം. പക്ഷെ അയാൾ ആ 3 സ്ഥാനങ്ങളിൽ നിന്നും പോയി. ആ 3 സ്ഥാനങ്ങളിൽ നിന്നും അയാളെ ഒഴിവാക്കുന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ സമര പോരാട്ട വിജയത്തിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പിന്തുണയുണ്ടെങ്കിൽ, അത് വളരെ പ്രധാനമാണ്, ഉണ്ടെങ്കിൽ ഈ ഇടതും വലതും കൂടെ ചേർന്ന് അഴിമതിക്കാരരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആ സംരക്ഷണ വലയം പൊട്ടിച്ച് എതിർത്ത് കളയാം എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള സന്ദേശമാണ് ഈ പോരാട്ട വിജയത്തിൽ നിന്ന്. ഇതുപോലെ തന്നെയാണ് വേറൊരു പോരാട്ട വിജയം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. അതാണ് DGP ആയി ശ്രീജിത്ത് പിന്നെ
ചുമതലയേറ്റതുമായി ബന്ധപ്പെട്ടുള്ള അതിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള ഒരുത്തനെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെയും കോടതി ഇടപെട്ടിട്ട് കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദേശം ഇതാണ്: കോടതിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഈ ഇടത് വലത് അഴിമതി സഖ്യത്തിനെ ചവിട്ടി അരച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു സന്ദേശമാണ് ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ഈ പോരാട്ട വിജയത്തിലൂടി തെളിഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ KA രതീഷിൻ്റെയൊക്കെ ഒരു മനസ്ഥിതി ആലോചിച്ചിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് കണ്ടു, നമ്മളൊരു തെറ്റ് പറ്റിപ്പോയി ചെയ്തു എന്ന് കണ്ടാൽ ജനങ്ങൾ മുഴുവൻ നമ്മളെ കള്ളനാണ് എന്ന് കണ്ടാലും അവിടെ അള്ളിപ്പിടിച്ചിരുന്ന ആ പണം, അതിൻ്റെ ശമ്പളം വാങ്ങുകയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും സർക്കാർ വാഹനത്തിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവനെപ്പോലെയുള്ളവർക്ക് ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഉളുപ്പില്ല. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെ തൊറ്റ പോയിനോട് ഞാൻ പറയാം, എനിക്ക് അവരോടൊന്നും എനിക്ക് വിരോധമില്ല യഥാർത്ഥത്തിൽ. കാരണം അവരെ അഴിമതിക്കാരാണ്. അവരെ സംരക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ നേതൃത്വം വരുന്നത്. ആ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് നമ്മൾ ഉളുപ്പില്ല എന്ന് പറയേണ്ടത്. കാരണം ഇവർക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇവർ അഴിമതി നടത്തുന്നത്. അല്ല, ഞാൻ അവരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ. അല്ല, മുഖ്യമന്ത്രിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു. അതിലൊരു 3-4 വർഷങ്ങളൊക്കെ ഞങ്ങൾ വളരെ രൂക്ഷമായി തന്നെ പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഈ 10 കൊല്ലം കൊണ്ട് കാണിച്ചതാണ് VD സതീശൻ ഇപ്പോൾ ഏകദേശം 2.5 മാസങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2.5 മാസം കൂടി പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ 10 കൊല്ലം കാണിച്ചതിൻ്റെ ഇരട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. എന്തായാലും എനിക്കിവിടെ ഓർമ്മ വരുന്നത് കരുണാകരനെയാണ്. കരുണാകരൻ പാമ്പോലൻ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും കരുണാകരന് പല കോടതികളിൽ അപ്പീൽ നൽകി തൻ്റെ മരണം വരെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളവും രതീഷിനെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ്. ഇവിടെ കോടതികൾ വിചാരണ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അപ്പീലുമായി മറ്റ് മേൽക്കോടതികളിലേക്ക് പോകാം. അത് ഇവരുടെയൊക്കെ അന്ത്യം വരെ ഇങ്ങനെ നീണ്ടുപോകും. നമ്മളൊക്കെ കാഴ്ചക്കാരായി ഇങ്ങനെ നിൽക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഹെൽമറ്റ് വയ്ക്കാതെയോ സീറ്റ് ബെൽറ്റ് ഇട്ടാതെയോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം. അതുകൊണ്ട് എനിക്കിതിൽ വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം പണക്കാരനും പാവപ്പെട്ടവനും 2 തരം നിയമമുള്ള ഈ നാട്ടിൽ ഇതല്ലാതെ പിന്നെ ഇവിടെ എന്ത് നടക്കാൻ?